വാണിജ്യ LPG വില വർധനവ് സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ബേക്കേഴ്സ് അസോസിയേഷൻ കേരള. വർധന സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 19 കിലോ വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ബേക്കറി ഉടമകൾക്ക് താങ്ങാനാവാത്ത സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ബ്രെഡ്, ബൺ, റസ്ക് തുടങ്ങിയ നിത്യോപയോഗ ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദന ചിലവ് വർദ്ധിക്കുന്നതോടെ അതിന്റെ അന്തിമ ഭാരം സാധാരണക്കാരായ ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ ഉൽപാദകർ നിർബന്ധിതരാകുകയാണ്. ഇന്ധനവില നിയന്ത്രിച്ചില്ലെങ്കിൽ ചെറുകിട ബേക്കറി യൂണിറ്റുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നും ഇത് ആയിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടത്തിന് കാരണമാകുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര സർക്കാരും പെട്രോളിയം കമ്പനികളും അടിയന്തരമായി ഇടപെട്ട് വാണിജ്യ LPG വില കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ചെറുകിട ഉൽപാദന മേഖലയെ സംരക്ഷിക്കാൻ ഇന്ധന സബ്സിഡി അനുവദിക്കണം. പാചകവാതകത്തിന്റെ റേറ്റ് ഒറ്റയടിക്ക് ഏകദേശം 900 ചില്ലാനം ഉറുപ്പിക കൂട്ടിയിട്ടില്ല. ഒരു കൂട്ടല് പല ഈ ബേക്കറി മേഖലന് മാത്രമല്ല പല മേഖലക്കും പ്രതിസന്ധിയാണ്. കാരണം ഒരു ക്രമാതീതമായിട്ടൊരു വർധനവാണ്. അപ്പൊ നമുക്ക് ബണ്ണ്, ബ്രെഡ്, റസ്ക് അങ്ങനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ ഉൽപാദന ചെലവ് വർദ്ധിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന്റെ അന്തിമമായിട്ടുള്ള ഒരു ഭാരം വരുന്നത് സാധാരണക്കാർക്ക് തന്നെയാണ്. അപ്പോ ഈ ഒരു സംഗതി മൊത്തത്തിലുള്ള ഒരു വിലവർദ്ധനയിലേക്ക് എല്ലാവരെയും നയിക്കുന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഓൾറെഡി കേന്ദ്ര പെട്രോളിയം പാചകവാതക വകുപ്പ് മന്ത്രി ശ്രീ ഹർദീപ് സിംഗ് പുരിക്ക് അസോസിയേഷൻ ഓൾറെഡി മെയിൽ അയച്ചിട്ടുണ്ട്. അതുപോലെ ഈ പല ചെറുകിട ആളുകൾക്കും ഈ വിലവർധന താങ്ങാൻ പറ്റാത്ത കാരണം പ്രൊഡക്ഷൻ നിർത്തിവെക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് പല തൊഴിലാളികൾക്കും തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. ഈ വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പെട്രോളിയം പാചകവാതക വകുപ്പ് മന്ത്രിക്ക് അസോസിയേഷൻ കത്തയച്ചതായും വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ഭാരവാഹികളായ റഷീദ് മുബാറക്, ഹംസ ഒലീവ്, സമീർ സോണാസ്, സിബ്കത്ത് കുക്കീസ് എന്നിവർ പറഞ്ഞു. CCN മലപ്പുറം.